ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നത് ചരിത്രത്തിൻ്റെ മറ്റൊരു ശേഷിപ്പുമായിട്ടാണ്. കേരളത്തിലെ തന്നെ ആദ്യത്തെ സിനഗോഗ് എന്നറിയപ്പെട്ടിരുന്ന ചേന്നമംഗലം സിനഗോഗിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എറണാകുളം ജില്ലയിലെ പറവൂരിന് സമീപം ചേന്നമംഗലത്തുള്ള കോട്ടയിൽ കോവിലകം എന്ന സ്ഥലത്താണ് ഈ സിനഗോഗ് സ്ഥിതി ചെയ്യുന്നത്. മതസൗഹാർദ്ദത്തിൻ്റെയും സാംസ്കാരിക സഹവർത്തിത്വത്തിൻ്റെയും കേന്ദ്രമെന്ന നിലയിൽ ചേന്നമംഗലം വളരെ പ്രാധാന്യം അർഹിക്കുന്നു. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് തൊട്ടടുത്ത് കിടക്കുന്ന ശ്രീകൃഷ്ണ അമ്പലവും ചേന്നമംഗലം ജുമാ മസ്ജിദും ഹോളി ക്രോസ് ചർച്ചും പിന്നെ ഈ ചേന്നമംഗലം സിനഗോഗും. 1420 സിനഗോഗ് നിർമ്മിച്ചത്. ഏകദേശം അതേ കാലഘട്ടത്തിൽ തന്നെയാണ് മറ്റ് 3 ആരാധനാലയങ്ങളും പണിതത്. അതിനാലാണ് ചേന്നമംഗലം എന്നറിയപ്പെട്ടിരുന്ന ഈ ഗ്രാമം പിന്നീട് ചേന്നമംഗലം എന്ന പേരിലേക്ക് മാറപ്പെട്ടത്. ലോകത്ത് ഒരിടത്തും ഈ 4 മതങ്ങൾ സംഗമിക്കുന്ന ഒരിടം വേറെയില്ല. ഈ കാണുന്നതാണ് മെയിൻ പ്രയർ ഹാള്. ഈ സെൻറ്ററിൽ കാണുന്ന ഈ ഭാഗത്തിൻ്റെ പേരാണ് ഭീമ അഥവാ തേവ. ഈ ഹാളിൻ്റെ അകത്ത് 2 കൺസ്ട്രക്ഷൻ വരുന്നുണ്ട്. ഒന്ന് മുകളിലും താഴെയുമായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് നിന്നാണ് മെയിൻ പ്രീസ്റ്റ് ത്വാറ വായിക്കുന്നത്. ജൂതമതത്തിൽ പ്രീസ്റ്റിന് പറയുന്ന പേരാണ് റബ്ബായി. പ്രാദേശികമായി ഇവരെ അറിയപ്പെട്ടിരുന്നത് മൊയ്ലിയാർ എന്നാണ്. അവരുടെ അമ്മയെ ഉമ്മ എന്നും പാപ്പയെ വാവ എന്നും ജ്യേഷ്ഠനെ ഇക്ക എന്നും കാക്ക എന്നും വിളിച്ചിരുന്നു. ജൂതന്മാർ ഏകദൈവ വിശ്വാസിയായിരുന്നു. ഇവർ യഹോവയെയാണ് ആരാധിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വിഗ്രഹങ്ങളെയോ മറ്റ് ഇമേജസുകളെയോ കാണാൻ സാധിക്കില്ല. ഈ കാണുന്ന നിർമ്മിതിയാണ് ആർക്ക് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ഉള്ളിൽ സിലിണ്ടർ ആകൃതിയിലുള്ള പേടകത്തിലാണ് വിശുദ്ധ ഗ്രന്ഥമായ ത്വാറ സൂക്ഷിക്കുന്നത്. ആട്ടിൻ തോലിൽ എഴുതിയ ഈ ത്വാറ നിലവിൽ ഇവിടെയില്ല. അത് തൃപ്പൂണിത്തുറ ഹിൽ പാലസിൽ സൂക്ഷിക്കുന്നു. ഇവരുടെ വീക്കിലി ഹോളിഡേ എന്ന് പറയുന്നത് സാറ്റർഡേ ആണ്. അതിനെ സാബത്ത് ദിനം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന സ്ഥലമാണിത്. പ്രാർത്ഥന നടക്കണമെങ്കിൽ പ്രായപൂർത്തിയായ 10 പുരുഷന്മാർ മിനിമമെങ്കിലും വേണം. ഇതിനെ പറയുന്ന പേരാണ് മിനിയാൻ. ഏകദേശം 13 വയസ്സ് മുതൽ ഇവർ പ്രായപൂർത്തിയായവരുടെ കണക്കിൽപ്പെടുത്തുന്നു. മുസ്ലിം മതത്തിലെ എന്ന പോലെ തന്നെ ജൂതമതത്തിലും പരിചേദന കർമ്മം, അതായത് സുന്നത്ത് കർമ്മം നിർബന്ധമായി ചെയ്യണം. ജൂതമതത്തിൽ ജനിച്ച് 8-ാം നാൾ ഈ കർമ്മം നിർവഹിക്കണം. ഈ ചടങ്ങിനെ പറയുന്ന പേരാണ് ബ്രീത്ത് മീല. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം എൻട്രൻസ് ആണ് ഉള്ളത്. പുരുഷന്മാർക്ക് നേരിട്ടുള്ള വഴിയും സ്ത്രീകൾക്ക് പിറകിലുള്ള ഈ പിരിയൻ ഗോവണി വഴി മുകളിലെ പ്രയർ ഹാളിലേക്കുമാണ് പ്രവേശനമുള്ളത്. ഈ പ്രയർ ഹാളിന് പറയുന്ന പേരാണ് മെഷിസ. ഈ ഗോണിപ്പടി കയറി ചെല്ലുന്നത് ഒരു ഹാളിലേക്കാണ്. ഇത് പ്രധാനമായും ജൂത ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവരുടെ മതപഠനത്തിന് വേണ്ടിയുള്ളതാണ്. ഈ ഹാളിനെ പറയുന്ന പേരാണ് അർബാനീം. സ്ത്രീകൾക്ക് മാത്രമായുള്ള പ്രത്യേക പ്രാർത്ഥനാ ഹാളാണ് ഈ കാണുന്നത്.
ഈ കാണുന്നത് മെയിൻ ഹാളിൽ നിന്നും മുകളിലേക്കുള്ള ഗോവണിപ്പടിയാണ്. ഈ കാണുന്നത് ബെറിയൻ സ്റ്റോൺസ് ആണ്, അഥവാ ടോംബ്. ഈ ഹാളിൽ കാണുന്ന 10 ജനലുകൾ മോസസിനെ ഏൽപ്പിച്ച 10 കൽപ്പനകളെയാണ് സൂചിപ്പിക്കുന്നത്. ഈ കാണുന്നത് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഹീബ്രു സ്ക്രിപ്റ്റാണ് അടിച്ചിരിക്കുന്നത്. AD 1269 സാറാ ബെയ്ത്ത് ഇസ്രായേൽ എന്ന ഒരു സ്ത്രീ കൊടുങ്ങല്ലൂരിൽ വെച്ച് മരണപ്പെടുകയും ആ ടോംബ് ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തു. ഇതിൻ്റെ 100 മീറ്റർ ചുറ്റളവിലുള്ള മറ്റ് 3 ആരാധനാലയങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള നല്ലൊരു വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം.